ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പം ഞങ്ങൾ പോയ ഒരു സ്ഥലത്തിലെ കുറച്ച് കാഴ്ചകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ സ്പോട്ട് വരുന്നത് വൈത്തിരിയിലാണ്, ഫാം വില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോയൊരു സ്ഥലമാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂറാണ് ഈ സ്പോട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമും ഒരു കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയയും കൂടെ ഉള്ളൊരു സംഭവമാണ്. ഭയങ്കര വലുതായിട്ടല്ല, ചെറിയൊരു സെറ്റപ്പാണ്. നമുക്കൊരു 2 അവേഴ്സ് 2.5 അവേഴ്സൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരാൾക്ക് എൻട്രി ഫീസ് വന്നിട്ട് 200 രൂപയാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചാർജൊന്നുമില്ല. അപ്പോൾ നമ്മൾ കയറി ഉടനെ തന്നെ കണ്ടത് ഈ പാമ്പിനെയും കൊണ്ടുള്ള ഒരിതാണ്. നമുക്ക് വേണമെങ്കിൽ കയ്യിലെടുക്കാം, തൊടാം ഒക്കെ അങ്ങനെയുള്ള ട്രെയിൻഡാണ്. പക്ഷേ നമ്മളൊന്നും അതിന് നിന്നില്ല കേട്ടോ. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിയാണ്. അവിടെ കൂടി നിന്ന് ആരും ഒന്നും തൊട്ടൊന്നുമില്ല, ജസ്റ്റ് കണ്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ കാണുന്നത് ഒരുപാട് ബേർഡ്സാണ്. പാരറ്റിൻ്റെ ഒക്കെ വർഗ്ഗത്തിൽപ്പെട്ട ഒരുപാട് ബേർഡ്സ് ഉണ്ട് ഒരു സൈഡിൽ. ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ കുറേ എലികൾ, ഹാംസ്റ്റേഴ്സ്, പിന്നെ കുറേ പാമ്പുകൾ, അങ്ങനത്തെ ഒരു സെക്ഷനൊക്കെ ആയിരുന്നു. ഈ പാമ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ കയ്യിലൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനത്തെ റിസ്ക് ഒന്നും നമ്മൾ എടുത്തില്ല. അതൊക്കെ നമ്മൾ കണ്ടു. എലികളുടെ ഒരു ടോയ് ഉണ്ടായിരുന്നു വട്ടത്തിൽ കറങ്ങുന്നത്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെ അത് നോക്കി അങ്ങനെ നിന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് ഇഗ്വാനിയനൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഹാഫ് ഓപ്പൺഡ് ആട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ എടുക്കാം, തൊടാം, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ട്രെയിനറിൻ്റെ ഹെൽപ്പോട് കൂടി. നമ്മൾ പിന്നെ അങ്ങനത്തെ ഇതൊന്നും തൊട്ടൊന്നുമില്ല. നമുക്ക് പേടിയാണ്, എല്ലാവർക്കും പേടിയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പൂച്ചകളൊക്കെയാണ് കണ്ടത്. ഇതിങ്ങനെ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും കുറേ ഗ്രീനറിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വന്നൊരു ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ബേർഡ്സിനെ കയ്യിലെടുക്കുന്ന ഒരു ഇത്. ബേർഡ്സിനെ ഫീഡ് ചെയ്യാം, അതുപോലെ തന്നെ ബേർഡ്സിനെ നമുക്കിങ്ങനെ കയ്യിലെടുക്കാം. അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പക്ഷേ മക്കൾ 2 പേരും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അവർക്ക് 2 പേർക്കും ഇത് നമ്മുടെ മേത്ത് വന്നിരിക്കുമ്പോൾ കുറച്ച് കൂട്ടത്തോടെയാണല്ലോ വരിക. അപ്പോൾ അവർക്കത് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവരത് പിടിക്കുകയോ തൊടുകയോ ഒന്നും ചെയ്തില്ല. ഇതിങ്ങനെ വന്നിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും കേട്ടോ. അതിൻ്റെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ അതിങ്ങനെ ഫുഡാണ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ തപ്പുമ്പോൾ നമുക്ക് ചെറിയൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ കാലാണെങ്കിലും നമുക്ക് അപകടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും നമുക്കങ്ങനെ അധികം പരിചയമില്ലാത്തൊരു കാര്യമാണല്ലോ. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ വരുന്നത് ഇങ്ങനെ കുറേ കോഴികളുടെയൊക്കെ ഒരു സെക്ഷനായിരുന്നു. നമ്മളധികം കാണാത്ത കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ എല്ലാം ഉള്ളത്, കുറച്ച്. പിന്നെ ഇതൊരു കുരങ്ങിൻ്റെ ഒരു സംഭവമാണ്. ഇത് ഏറ്റവും ചെറിയ കുരങ്ങെന്നാണ്, ലോകത്തിലെ എങ്ങാണ്ട് ഏറ്റവും ചെറിയൊരു കുരങ്ങ് എന്നുള്ള ഇതാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. ഭയങ്കര ഡേഞ്ചറസ് ആണ്, കടിക്കും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞ് അവിടെ കണ്ടോ കുറേ നല്ല ഗ്രീനറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫുൾ അനിമൽസിൻ്റെ ഇതല്ലാതെ കുറച്ച് ഗ്യാപ്പിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോ സ്പോട്ടൊക്കെ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഒരു ഗ്രീൻ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ. അങ്ങനെ ഒരു നല്ല രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബേർഡ്സിൻ്റെ തന്നെയാണ് കൂടുതൽ വെറൈറ്റീസ് ഉള്ളത്. പിന്നെ ഇതൊരു ഡക്കിൻ്റെ കുറച്ച് ഏരിയാസായിരുന്നു. ഡക്കൊക്കെ എല്ലാം നല്ല നീറ്റായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കാണാത്ത തരത്തിലുള്ള കുറച്ച് ബേർഡ്സും അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അങ്ങനെ നമ്മളിതെല്ലാം വളരെ നടന്ന് കണ്ട് ആസ്വദിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മളൊരു വൈകുന്നേര സമയമായപ്പോഴാണ് നമ്മൾ പോയത്, ഒരു 6 മണിയൊക്കെ ആയപ്പം. അപ്പം നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ട് അത് കാണാൻ പറ്റി. പിന്നെ നമുക്ക് ഒരുപാട് കണ്ട് തീർക്കേണ്ട ഒരു ടെൻഷനും ഇല്ല കേട്ടോ. പിന്നെ ഇതൊരു മൊയലിൻ്റെ ഒരു സെക്ഷനാണ്. ഇതൊക്കെ ഹാഫ് ഓപ്പൺഡാണ്. നമുക്ക് വേണമെങ്കിൽ കയ്യിലെടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് തൊടാം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. ഒന്നും വലിയ അറ്റാക്കിങ് ആയിരിക്കുന്നുണ്ടാവില്ലല്ലോ. പക്ഷെ നമ്മളങ്ങനെ തൊടാനൊന്നും പോയില്ല, ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. ഒരമ്മയും കുറേ കുഞ്ഞുങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മളതൊക്കെ കണ്ടു. പിന്നെ ഇത് വന്നിട്ട് ഫിഷ് ഫീഡിങ് ആണ്. നല്ല രസമായിരുന്നു കേട്ടോ. ഇത് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം നമ്മുടെ വീട്ടിലും ഫിഷുണ്ട്. അപ്പം അവർ കൂടുതലായിട്ടും ഫിഷിന് തീറ്റ കൊടുക്കാറുണ്ട്, അപ്പോൾ ഫിഷിനെ പിടിക്കാറുണ്ട്. അതുകൊണ്ട് അത് അവർക്ക് അത്ര അങ്ങനെ പേടിയുണ്ടായിരുന്നില്ല കേട്ടോ. അവർ ഫിഷിനെയൊക്കെ പിടിക്കുന്നതായതുകൊണ്ട് അവർക്ക് അങ്ങനെ വലിയ കുഴപ്പമുണ്ടായില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കുറേ നേരം വെള്ളത്തിലങ്ങനെ കളിച്ച് സ്പെൻഡ് ചെയ്തു. ടൈം ലിമിറ്റൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത്ര നേരം നിൽക്കാം. പിന്നെ ഭയങ്കര തിരക്കൊന്നുമില്ല, അതുകൊണ്ട് നമുക്കങ്ങനെ കുഴപ്പമില്ല.
പിന്നെ ഇത് വന്നിട്ട് ഫിഷ് സ്പായാണ്. അതൊരു നമ്മൾ ആദ്യം ഒരു കെമിക്കലിൽ നമ്മുടെ കാല് വാഷ് ചെയ്തിട്ടാട്ടോ നമ്മളിതിനകത്തേക്ക് കയറുന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മളങ്ങനെ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര ഇക്ലി ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അധികം അങ്ങനെ നമ്മൾ താഴ്ത്തി വെച്ചാലാണ് കൂടുതൽ നമ്മൾ മീൻ നമ്മുടെ ഇതിലേക്ക് വരിക കേട്ടോ. നമ്മൾ പൊക്കി വെക്കുമ്പം അങ്ങനെ വരത്തില്ല. അപ്പോൾ പിള്ളേരും അങ്ങനെ അത്ര അങ്ങോട്ട് ഇതായില്ല. പക്ഷെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വരുന്നത് ഒരു അനിമൽസിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ്. അതായത് ഒട്ടകം, കുതിര, പിന്നെ എന്താണ് കഴുത, അങ്ങനെ ഒരു സെക്ഷനാണ് വരുന്നത്. അതുപോലെ ഒരു ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടപ്പോഴത്തേക്കും അതിങ്ങോട്ട് ഓടി വന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പേടിച്ചു പോയി. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് അതിൻ്റെ വഴിക്ക് തന്നെ പോയി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടായിരുന്നു ഒട്ടകമൊക്കെ. ഒട്ടകത്തിനെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം. നമുക്ക് അവിടുന്ന് വൈക്കോലൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് അതൊക്കെ കൊടുത്ത് അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കാം. അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും ഈ നമ്മുടെ നാട്ടിലിങ്ങനെ ഒട്ടകത്തെ കാണുമ്പോഴൊക്കെ ഭയങ്കര മെലിഞ്ഞിട്ട് ഭയങ്കര ശോഷിച്ച ഒട്ടകങ്ങളൊക്കെയാണ് കാണാറ്. പക്ഷേ ഇത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒട്ടകമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വന്ന് എല്ലാവർക്കും ഫീഡിങ് ആയിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. എല്ലാവരും ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതങ്ങനെ ഒരു പാവം ഒട്ടകമായിരുന്നു തോന്നുന്നു. അതുപോലെ കുതിരയാണെങ്കിലും നമ്മളിങ്ങനെ കുറേ നേരം അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. പിള്ളേർക്കാണെങ്കിലും വൈക്കോലൊക്കെ എടുത്തു കൊടുക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് അതിങ്ങനെ മേടിക്കുമ്പോൾ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു സെക്ഷനിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങി കേട്ടോ. നമ്മൾ വളരെ റിലാക്സിങ് ആയിട്ടാണ് വരുന്നത്. അപ്പം അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. ഇത് ആടുകളുടെയൊക്കെ കുറേ വെറൈറ്റീസാണ്. ഇതൊക്കെ അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഓരോ പ്രത്യേകതകളൊക്കെ. അപ്പോൾ നമ്മുടെ നാടനായിട്ടുള്ള സംഭവങ്ങളല്ല, എല്ലാത്തിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതും വേറെ വേറെ സ്ഥലത്തുള്ളതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലും. പിന്നെ ഇത് ഇവിടെയും കുറച്ച് ഡക്കിൻ്റെ വെറൈറ്റീസ് ആയിരുന്നു. തലയിൽ എന്തോ ഒരു പൂവുള്ള ടൈപ്പായിരുന്നു ഇത്. അതുപോലെ എല്ലാം കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ. ഇതൊരു ഭയങ്കര ഡാർക്ക് കളറിലുള്ളൊരു ഡക്കായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കണ്ടത് ഒരു ചൈനീസ് കോഴി പോലത്തെ ഒരു സംഭവം കണ്ടു. ഭയങ്കര ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ആയിട്ട്. അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. പല പല കളറിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കണ്ടത് ബേർഡ്സിൻ്റെ സെക്ഷനാണ്. അവിടെ ഉള്ളത് പ്രാവ്, പിന്നെ ഈ പാരറ്റൊക്കെ കേട്ടോ. ഇതൊക്കെ നമുക്ക് കയ്യിലെടുക്കാവുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ പിള്ളേരിതൊന്നും കയ്യിലെടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. അവർക്കതൊരു പേടിയുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് നമ്മളാണ് കൂടുതലും അവർ കണ്ട് എൻജോയ് ചെയ്തു. നമ്മൾ പണ്ട് നമ്മുടെ വീട്ടിൽ പ്രാവിനെയൊക്കെ വളർത്തിയിട്ടുണ്ട് കേട്ടോ ആക്ച്വലി. പക്ഷേ നമുക്ക് അങ്ങനെ കയ്യിലെടുക്കുകയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കുറച്ച് കാലം വളർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു പാവം പ്രാവായിരുന്നു കേട്ടോ. ഭയങ്കര പെട്ടെന്ന് ഇണങ്ങുന്ന പോലെ എനിക്ക് തോന്നി. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു. ജുഡുവിന് എങ്ങനെയുണ്ടായിരുന്നു? ജുഡു ഇഷ്ടമായോ? ഇഷ്ടമായി. എന്തൊക്കെയാ ചെയ്തത് അവിടെ പോയിട്ട്? പിന്നെ അതെ, അങ്ങനെ കുറേ പിള്ളേരും അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഫിഷിനൊക്കെ ഫുഡ് കൊടുത്തില്ലേ? ഫിഷിനൊക്കെ ഫുഡ് കൊടുത്തു. പിന്നെ കിളീനെയൊക്കെ തൊട്ടപ്പോൾ പേടിയായല്ലേ? കിളീനെ കണ്ടപ്പോൾ പേടിയായല്ലേ? എന്താ പേടിയായേ? അറ്റാക്ക് ചെയ്യുമെന്ന് ഓർത്തിട്ടാ? ഓക്കെ. അപ്പോൾ അവർക്ക് അങ്ങനെ അതൊക്കെ കയ്യിലെടുക്കുന്നതൊക്കെ പേടിയായിരുന്നു. പക്ഷേ ഫിഷ് അവർ ഭയങ്കര ഫെമിലിയർ ആട്ടോ. അങ്ങനെ ഫാം മൊത്തം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പാർക്കിൻ്റെ ഏരിയയിലേക്ക് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ഇരുട്ടായിരുന്നു. പാർക്കിൽ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, ലിമിറ്റഡ് എങ്കിൽ പോലും കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയിലുള്ള ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ. ഉള്ളതൊക്കെ നല്ല സാധനങ്ങളായിരുന്നു. നല്ല രീതിയിൽ മെയിൻറ്റെയിനും ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മക്കൾ കുറേ നേരം അങ്ങനെ അതിലേക്ക് ഓടിക്കളിച്ചു. നമ്മളും അവരോടൊപ്പം തന്നെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നമ്മളും ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു വൈകുന്നേരവും പിള്ളേരും ഒക്കെ ആയിട്ട് നല്ലൊരു ഡേ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.